അപ്പം നമുക്കൊരു മസാല കൂട്ടാനൊക്കെ. ഈ മസാല കൂട്ടാൻ അറിയണത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഈ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കൂല, അതേപോലെയൊക്കെ വെണ്ടയ്ക്കും ഉരുളക്കിഴങ്ങും ആഡ് ചെയ്യണുണ്ടെന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് ഇട്ട് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയതാണ്. ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും, അപ്പത്തിനൊക്കെ. അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റാണ്. അപ്പോഴേക്ക് ഞാനൊരു 4 മുട്ട പുഴുങ്ങിയിട്ടുണ്ടാവും. പിന്നെ കടുക് പൊട്ടിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. കറിവേപ്പിലയും കടുകും പൊട്ടി വരുമ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുക്കുക. വെണ്ടക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ആ സ്റ്റിക്കി പരുവം പോകാൻ, ആ ഒരു വൈപ്പ് ഉണ്ടാവുമല്ലോ സ്റ്റിക്കി ആയിട്ട്, അത് കളയാനാണ്. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. എല്ലാതും ഞാൻ ഒരുമിച്ചിടുന്നത്, കുക്കറിൽ വാട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഒക്കെ ഇട്ട് കൊടുക്കുക, സെപ്പറേറ്റ് ഇടുന്നൊന്നുമില്ല. അപ്പോൾ ഒക്കെ പാടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിലടുപ്പിച്ചിരിക്കുമ്പോൾ സാധനം സെറ്റായിട്ടുണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും അത്രയും സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഫൈനലി വെന്ത് ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഗരം മസാലയും കൂടെ ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും. ഞങ്ങളുടെ ഗരം മസാല ഒക്കെ ഇട്ടിരുന്നു, പക്ഷേ കാണിച്ചാൽ മറന്നു പോയി. ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവുകൾ കൊടുത്തിട്ട്, അപ്പോൾ ഓല് ഫേവറേറ്റാണ്. ഓലിക്ക് ഇത് ഇപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കൊടുത്താലും കൂടെ ഓലിക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു ഇതാണോ അപ്പത്തിനൊക്കെ ഓലിക്ക് ബെസ്റ്റാണ്. രാവിലെ ഞാൻ അധികം കുക്കറിലുള്ളി ഇതൊക്കെ ഇട്ട് വിസിലടുപ്പിച്ച് അങ്ങനെയുള്ളതാണ് അപ്പത്തിനൊക്കെ കൊടുക്കും. മസാല ദോശ ആയിട്ടോ ഒക്കെ കൊടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക, അടിപൊളി ടേസ്റ്റാണ്.